ഹലോ സുഹൃത്തുക്കളെ, ഇപ്പം കാശ്മീരിലെ ഇന്നത്തെ അവസ്ഥയാണിത്. ഇന്നലെ ഉച്ച തൊട്ടാണ് ഇവിടെ മഞ്ഞ് പെയ്യാൻ തുടങ്ങിയത്. ഇപ്പം നല്ല രീതിയിൽ ഇതുവരെ മഞ്ഞ് പെയ്ത് നിന്നിട്ടില്ല, ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്ന ഇത് കണ്ടോ, കല്ലിൻ്റെ മുകളിലൊക്കെ മഞ്ഞ് വീണ് നല്ല ഇതായിട്ട് കിടക്കുന്നതാണ്. ഫ്രണ്ടിൽ കാണുന്ന മല കണ്ടോ, മല തന്നെ മഞ്ഞിലിങ്ങനെ പുതഞ്ഞ് നിൽക്കുന്നൊരിതാണ്. JC വന്ന് മണ്ണ് മാറ്റിക്കൊണ്ട് പോകുന്ന മണ്ണ് റോഡ് ക്ലിയർ ചെയ്യുന്നൊരു കാഴ്ച കാണുന്നത്. റോഡ് ക്ലിയർ ചെയ്യുന്ന ഇവിടുത്തെ റോഡ് ക്ലിയർ ചെയ്യാണ്, മഞ്ഞ് മാറ്റി റോഡ് ക്ലിയർ ചെയ്യുന്നൊരു കാഴ്ചയാണ്. ഇവിടുത്തെ റോഡെല്ലാം ക്ലിയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഇത് തന്നെ വേണം, ഇതുകൊണ്ടല്ലേ ഇത് മാറാൻ പറ്റത്തുള്ളൂ. ഈ സിറ്റുവേഷനിലാണ് മണ്ണ് മാറ്റിക്കൊണ്ട് പോകുന്നത്. ഇവിടെ റെയിൽവേ എല്ലാം ഓൾറെഡി ബന്ധായിട്ടിരിക്കുകയാണ്, ഒരു ഇതും നടക്കുന്നില്ല. റെയിൽ പാളമെല്ലാം ഫുള്ള് മഞ്ഞിന മൂടിക്കിടക്കാണ്. മലകളൊക്കെ ഉണ്ടോ, നല്ല ഫുള്ള് മഞ്ഞിൽ തന്നെയാണ് നിൽക്കുന്നത്. ഇപ്പോഴും മഞ്ഞ് പെയ്തുകൊണ്ടിരിക്കുക. ഇന്നലെ ഉച്ചമഞ്ഞുള്ള സമയത്തല്ല ഈ ഒരു അവസ്ഥയിൽ തന്നെ കിടക്കുന്നത്. ഇതുകൊണ്ട് ഇവിടെ ഒരു വണ്ടി കിടക്കുന്നുണ്ടോ, ആ വണ്ടിയുടെ ഈ വണ്ടിയിൽ നിന്ന് കുറച്ച് മഞ്ഞൊക്കെ മാറി വീണ് പോയതാണ്. അതിന് മുമ്പ് ഇതിൽ കൂടുതൽ മഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇവിടെ മരങ്ങളിലെല്ലാം ഈ സമയമാകുമ്പം ഇലകളെല്ലാം പോയി. ഇതൊരു പീനട്ടിൻ്റെ മരമാണ് നിൽക്കുന്നത്. ഈ സമയമാകുമ്പോൾ ഇതെല്ലാം മാറിപ്പോവും, ഇലകളെല്ലാം മാറി ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ്. ഇത് ഈ കാണുന്ന ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥയാണ്. വണ്ടികളൊന്നും പോകാതെ സൈഡിൽ തന്നെ ഉണ്ട്. ഏതോ രണ്ട് വണ്ടി പോയതിൻ്റെ മാത്രം ഇത്. വണ്ടി പോയാലും ഭയങ്കര സ്ലിപ്പുണ്ടാകും. സ്ലിപ്പ് ചെയ്ത് അപകടങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന സമയമാണിത്. ഇത് കണ്ടോ. പിന്നെ ഇവിടെയുള്ള ആൾക്കാർ നമ്മളവിടെ പോലെ കാർ പോർച്ചുകളൊന്നുമില്ല. മലയുടെ മുകളിലൊക്കെ വീടുകളൊക്കെ ആയതുകൊണ്ടേ എല്ലാവരുടെയും വണ്ടി റോഡിൻ്റെ സൈഡിൽ തന്നെ ഇട്ടിട്ടാണ് പോകുന്നവർ. എല്ലാവരും റോഡിൻ്റെ സൈഡിലാണ് വണ്ടി ഇട്ടിട്ട് പോകുന്നത്. പിന്നെ ഇവിടെ കാണാൻ വരുന്നവരോട് നമുക്കറിയാവുന്ന രീതിയിലൊരു കാര്യം ഞാൻ പറയുന്നത്, കഴിവതും ഈ സമയത്ത് നിങ്ങൾ ഇവിടെ കാണാൻ വരാതിരിക്കുക. കാരണം ഇപ്പം വന്നു കഴിഞ്ഞാൽ പുറത്തിറങ്ങാൻ പറ്റത്തില്ലാത്ത പോലെ തണുപ്പാണ്, അങ്ങനത്തെ ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ട്. പിന്നെ അവിടുന്ന് സ്വന്തം വണ്ടി എടുത്ത് ട്രാവൽ ചെയ്ത് വരുന്നവരും ശ്രദ്ധിക്കണം. കാരണം സ്ലൈഡിങ് ഒക്കെ കൂടുതലുള്ള സ്ഥലമാണ്, എപ്പോഴും സ്ലിപ്പാകാനുള്ള ചാൻസ് ഉണ്ട്. നമുക്ക് അവിടുത്തെ രീതിയിൽ നമ്മളിതിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ ഇവിടെ മഞ്ഞൊക്കെ കാണാനായിട്ട് വരുന്നവർ മാർച്ച് ഏപ്രിൽ സമയത്ത് വന്നു കഴിഞ്ഞാൽ കാണാനൊക്കെ നല്ലതാണ്. കാരണം ഗുൽബർഗ് ഏരിയ അതുപോലുള്ള സ്ഥലങ്ങളൊക്കെ എപ്പോഴും മഞ്ഞുണ്ട്. അതുകൊണ്ട് മാർച്ച് ഏപ്രിലായിരിക്കും കുറച്ചും കൂടെ ബെറ്റർ. ഇന്നും ടൂറിസ്റ്റായിട്ട് വന്ന ഒരു വണ്ടി പോയപ്പോൾ അതിൽ അപകടം നടന്ന് ഒരു സ്ത്രീ മരിച്ചെന്നാണ് അറിഞ്ഞത്. കാരണം അവർ പോകുന്ന റോഡിലേക്ക് മലയിൽ നിന്ന് കല്ലുരുണ്ട് വന്ന് വീണ് കറക്റ്റ് അവരുടെ ആ വിൻഡോ സൈഡിൽ കൂടെ വന്ന് കറക്റ്റ് തലക്കടിച്ച് അവർ മരിച്ച്. അങ്ങനെ ഒരു ന്യൂസ് ഇപ്പോൾ രാവിലെ കേൾക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ കഴിവതും ഈ സമയങ്ങളിലൊക്കെ വരാതിരിക്കുക. നമുക്ക് പുറത്തിറങ്ങി കാണാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാരണം മഞ്ഞ കാണാൻ ആയത്തൊരിതാണ്, അതൊന്നും ഭയങ്കര ബുദ്ധിമുട്ടുകളുണ്ടാക്കും. പിന്നെ ഇവിടെ വരുന്നവർ ആദ്യം ഈ മഞ്ഞ് കാണുന്ന സമയത്ത് കൂടുതൽ അധികമായിട്ട് നമ്മൾ അതിനകത്ത് വെറും കാലിലൊക്കെ ഇറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ആദ്യമൊക്കെ രസമായിരിക്കും, കുറച്ച് കഴിയുമ്പോൾ അവിടെ കൂടുതൽ നമുക്ക് കാലും കൈക്കും എല്ലാം നീരൊക്കെ ആയി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും. അത് രക്തോട്ടം വരെ നിന്ന് പോകുന്ന ഇതുണ്ട്. പക്ഷേ ഇവിടുത്തുകാരെ അപേക്ഷിച്ച് അവർക്ക് ഈ മഞ്ഞ് വേണം. കാരണം ഇവർക്കുള്ള ബെനിഫിറ്റ്സ് എല്ലാം ഈ മഞ്ഞ് പെയ്താലേ ഇവർക്കത് കിട്ടത്തുള്ളൂ. ഒന്നത്തെ കാര്യം, ഈ ആപ്പിളിന് തന്നെ ഈ സമയത്ത് അവർ മഞ്ഞ് പെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആപ്പിളിൻ്റെ മരമെല്ലാം അവർ കോതിക്കളയും, ശിഖരങ്ങളെല്ലാം കോതിക്കളയും. അത് കഴിഞ്ഞിട്ട് ആപ്പിളാട്ടെ ഇപ്പം തന്നെ ഉണ്ട് ഈ പീനട്ടിൻ്റെ ഈ മഞ്ഞ് പെയ്ത് മാറിക്കഴിയുമ്പോഴാണ് ഇതിനകത്തെല്ലാം ഇലകളെല്ലാം വരുന്നത്. അപ്പം ഇലകളെല്ലാം ആയി കഴിയുമ്പം അത് പിന്നെ നല്ലതായിട്ട് ഇതാകാൻ തുടങ്ങും. അതുപോലെ തന്നെ ബദാമായിക്കട്ടെ, ബദാം, കുങ്കുമപ്പൂവ് അതുപോലുള്ള എല്ലാത്തിനും ഇങ്ങനെയുള്ള മഞ്ഞിൻ്റെ വീഴുന്നത് നല്ലതാണ്. എൻ്റെ കൈ തന്നെ ഇരുന്ന് ക്ഷയിക്കുന്നു. കാരണം കൈ ഇങ്ങനെ ഇത് വീഡിയോ പിടിച്ചിട്ട് തന്നെ കൈ തന്നെ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഇവിടെ വരുന്നവർ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. നമ്മുടെ ഡേറ്റുകളെ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ആ സമയത്ത് കുട്ടികളുടെയൊക്കെ അവധിയുടെ ടൈമോടെ ആകുമ്പോൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. മാർച്ച് ഏപ്രിലൊക്കെ സമയമാകുമ്പോൾ അതായിരിക്കും കുറച്ചുകൂടെ ചൂസ് ചെയ്യുന്നത് നല്ലത്. കാരണം അപകടങ്ങളിൽ നിന്ന് നമുക്ക് കൂടുതലധികം രക്ഷപ്പെടാൻ പറ്റും. ഇവിടെയുള്ള ആൾക്കാർ
ധരിക്കുന്ന ഒരു ഡ്രസ്സാണത്. അവർക്ക് കുഴപ്പമില്ല, അവർ നോർമലായിട്ട് രീതിയിൽ പോവുകയാണത്. ഉണ്ടോ, ഫെയർ എന്നാണ് അവർ ഈ ഡ്രസ്സിന് പറയുന്നത്. അവർ ഈ 2 കൈ ഇതിനുള്ളിലാക്കി അവർ നോർമലായിട്ട് വരും. അതുകൊണ്ട് അവർക്കതിനായിട്ട് കുഴപ്പമില്ല, വലിയ തണുപ്പടിക്കാൻ അറിയത്തില്ല. സാധാരണക്കാർക്കൊക്കെയാണ്, നമ്മളെപ്പോലുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോകൾ മഞ്ഞ് പെയ്യുന്ന സമയമായതുകൊണ്ട് പുതിയ പുതിയ വീഡിയോകൾ ഞാൻ ഇട്ട് തരാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ.